ചേർത്തല ബിന്ദു പത്മനാഭൻ കൊലക്കേസിൽ പ്രതി സെബാസ്റ്റ്യന്റെ തെളിവെടുപ്പ് ഉടൻ തുടങ്ങും. പള്ളിപ്പുറത്തെ വീട്ടിലേക്കാണ് അന്വേഷണ സംഘം ആദ്യം സെബാസ്റ്റ്യനെ എത്തിക്കുക. അവിടെ നിന്നുള്ള ചേർത്തലയിലെ സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ അവിടേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ പോലീസ് സംഘമുള്ളത്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ബിന്ദു പത്മനാഭനെ കൊന്ന് പല കഷ്ണമാക്കി വിവിധ ഇടങ്ങളിൽ ഉപേക്ഷിച്ചുവെന്നാണ് സെബാസ്റ്റ്യന്റെ മൊഴി. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി. ശരണ്യ, ഇനി ഏറ്റവും പ്രധാനമായ തെളിവുകൾ കണ്ടെടുക്കുക എന്നതാണ്. നമ്മുടെ വാർത്തയിലൂടെ പുറത്ത് വന്ന തുടങ്ങിയ വിവരങ്ങളാണ്. ഇപ്പോൾ ബിന്ദു പത്മനാഭനെ കൊന്നു എന്ന് സെബാസ്റ്റ്യൻ തന്നെ സമ്മതിച്ച സ്ഥിതിക്ക് ഇനി അതിന് തെളിവുകൾ കണ്ടെടുക്കണം. അത്രയും വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവം കൂടി ആയതുകൊണ്ട് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ശ്രീജ, ഏറ്റവും നിർണായകമായ, അതായത് ബിന്ദു പത്മനാഭൻ കേസിൽ ഏറ്റവും നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സെബാസ്റ്റ്യൻ പള്ളിപ്പുറത്തെ വീട്ടിൽ സെബാസ്റ്റ്യൻ എത്തിയതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണാൻ കഴിയുന്നത്. ഈ വാഹനത്തിനുള്ളിൽ സെബാസ്റ്റ്യൻ ഉണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് ബിന്ദു പത്മനാഭൻ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തെളിവെടുപ്പിലാണ് ക്രൈംബ്രാഞ്ച് സംഘം ഇവിടെ എത്തിയിരിക്കുന്നത്. സെബാസ്റ്റ്യനുമായാണ് പള്ളിപ്പുറത്തെ വീട്ടിലെത്തിയിരിക്കുന്നത്. നിരവധി ദുരൂഹതകൾ നിറഞ്ഞ വീടാണ്. നമുക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ കാണുന്നത് സെബാസ്റ്റ്യനാണ്. ബിന്ദു പത്മനാഭൻ കേസ് ഒരു മർഡർ കേസായി കൺവേർട്ട് ചെയ്തിട്ട് 1 മാസം മാത്രമേ ആകുന്നുള്ളൂ. അന്വേഷണ സംഘം ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങിയിട്ട് 3 ദിവസമാകുന്നു. 3ാമത്തെ ദിവസമാണ് തെളിവെടുപ്പിന് പള്ളിപ്പുറത്തെ വീട്ടിലേക്ക് സെബാസ്റ്റ്യനെ എത്തിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ വീട് കേന്ദ്രീകരിച്ചായിരുന്നു, അതായത് നമുക്കറിയാം സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ നേരത്തെ പറഞ്ഞിരുന്നത് ഈ വീട് കേന്ദ്രീകരിച്ച് നിരവധി ദുരൂഹതകളുണ്ടെന്ന് ആളുകൾ വ്യക്തമാക്കിയിരുന്നു. ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ, അതായത് ക്രൈംബ്രാഞ്ച് സിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. ഒപ്പം സെബാസ്റ്റ്യനെയും കൊണ്ട് അവരിപ്പോൾ പള്ളിപ്പുറത്തെ വീടിനകത്തേക്ക് കയറുകയാണ്. ഈ വീട് കേന്ദ്രീകരിച്ചായിരുന്നു നിരവധി ദുരൂഹതകൾ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ കേസ് മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. തെളിവെടുപ്പടക്കമുള്ള പ്രൊസീജിയറിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നു. വളരെ നിർണായകമായ 6 ദിവസങ്ങളാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഉള്ളത്. അതിൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് അവർക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള സൂചനകളും ലഭ്യമാകുന്നുണ്ട്. കുറ്റസമ്മത മൊഴിയടക്കം നൽകിയിരുന്നു എന്നുള്ളത് ക്രൈംബ്രാഞ്ച് സി അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അവർ അത് കോടതിയിൽ റിമാൻഡ് റിപ്പോർട്ടായി നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യങ്ങൾ. പല കാര്യങ്ങളും അവർക്ക് കണ്ടെത്തേണ്ടതായുണ്ട്. കാരണം കാലപ്പഴക്കമുള്ള ഒരു കേസാണ്. അതുതന്നെയായിരുന്നു ഇതുവരെ അന്വേഷണ സംഘത്തിന് വെല്ലുവിളിയായി നിന്നിരുന്നത്. പക്ഷേ ജൈനമ്മ കേസിൽ ഒരു കുറ്റസമ്മതത്തിലേക്ക് എത്തിയതോടുകൂടി സെബാസ്റ്റ്യനെ ബ്രേക്ക് ചെയ്യാനായിട്ട് അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ്. കോട്ടയം, ആലപ്പുഴ ജില്ലകളിലായിട്ടുള്ള 2 ക്രൈംബ്രാഞ്ച് ടീമുകളുടെ സംയുക്തമായ അന്വേഷണത്തിലാണ് ഈ കേസുകളെല്ലാം തന്നെ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ജൈനമ്മ കേസുമായി ബന്ധപ്പെട്ടുള്ള നിർണായക കണ്ടെത്തലുകൾ തുടർന്ന് അത്തരത്തിലൊരു ചോദ്യം ചെയ്യലാണ് സെബാസ്റ്റ്യൻ ഇങ്ങനെ ഒരു കാര്യം, അതായത് ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം കുറ്റസമ്മത മൊഴിയായി നൽകിയിട്ടുള്ളത്. പക്ഷേ അയാൾ അതിബുദ്ധിമാനായ ഒരു ക്രിമിനലാണ്. അതുകൊണ്ട് തന്നെ അത് എത്രമാത്രം അയാൾ പറഞ്ഞ കാര്യങ്ങളെ ഇനി അത് തെളിയിക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചുള്ള വെല്ലുവിളി. മൃതദേഹങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ട്. അത് ഇവിടെ നിന്ന് കണ്ടെത്തിയ മൃതദേഹങ്ങളുടെ DNA സാമ്പിൾസ് പരിശോധിച്ചതിൽ ഇപ്പോഴും അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരാളാണോ ഒന്നിലധികം ആളുകളുണ്ടോ എന്നതൊക്കെ ആ മൃതദേഹാവശിഷ്ടങ്ങൾ, മറ്റ് കിട്ടിയ മൃതദേഹാവശിഷ്ടങ്ങൾ ഒരുമിച്ച് അത് നശിപ്പിക്കാൻ ശ്രമിച്ചതാണോ എന്നതൊക്കെയുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ നിലനിൽക്കുന്നു. എങ്കിൽ പോലും വളരെ പ്രതീക്ഷയോടുകൂടി എല്ലാവരും മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇത്രയും കാലം, അതായത് ബിന്ദു പത്മനാഭൻ എന്ന സ്ത്രീയെ ഈ 2006 കാണാതാവുന്നത്. അവരെ കാണാതായതിനു ശേഷം പിന്നീട് ഇപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണ് അവർ കൊല്ലപ്പെട്ടു എന്നൊരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘത്തിന് എത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ജൈനമ്മ കേസുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു കുറ്റാന്വേഷണം തന്നെയായിരുന്നു പിന്നീട് അത്തരമൊരു കൊലപാതകമടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലീസിന് പോകാൻ കഴിയുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ആലപ്പുഴയിലെ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് ടീമാണ് സെബാസ്റ്റ്യനുമായി ഇപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. ക്രൈംബ്രാഞ്ച് സിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പള്ളിപ്പുറത്തെ ദുരൂഹതകൾ നിറഞ്ഞ ആ വീട്ടിൽ ഇപ്പോൾ തെളിവെടുപ്പിനായി വന്നിട്ടുള്ളത്. ഇവിടെ നമുക്കറിയാം, കോട്ടയം ടീം അന്വേഷണം നടത്തിയ ഘട്ടത്തിൽ രക്തസാമ്പിളുകൾ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. അത് പിന്നീട് ജൈനമ്മയുടേതാണ് എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞ സംഭവം ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ ആ ജൈനമ്മയുടേതാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബ്രേക്ക് ചെയ്തതിനു ശേഷം പിന്നീട് സെബാസ്റ്റ്യൻ അങ്ങനെ ഒരു ഇപ്പോൾ കോട്ടയം കേസിൽ എന്തായാലും അയാൾ കുടുങ്ങിയ ഒരു സാഹചര്യമുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊന്നിലേക്ക് ഇപ്പോൾ എത്തുന്നു എന്നുള്ളതാണ്.
2006 ബിന്ദു പത്മനാഭൻ കേസാണ് ഇതിൻ്റെ ഏറ്റവും തുടക്കം എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൻ്റെ കണക്കുകൂട്ടൽ. ആ 2006 മുതൽ ആ സ്ത്രീക്ക് എന്ത് സംഭവിച്ചു എന്നതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താനാകും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. സെബാസ്റ്റ്യനുമായും സംസ്ഥാനത്തിൻ്റെ പുറത്തടക്കം തെളിവെടുപ്പിന് പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എത്രമാത്രം ഈ കാര്യങ്ങൾ ക്ലാരിറ്റി ഉണ്ട് എന്നുള്ളതും വലിയൊരു ചോദ്യമായി നിലനിൽക്കുകയും ചെയ്യുന്നു. സെബാസ്റ്റ്യൻ ഇപ്പോൾ ജയനമ്മ തിരോധാന കേസിന് ശേഷം ഇപ്പോൾ സെബാസ്റ്റ്യൻ വീണ്ടും പള്ളിപ്പുറത്തെ വീട്ടിലേക്ക് എത്തുകയാണ്. പള്ളിപ്പുറത്തെ വീട്ടിൽ ബിന്ദു പത്മനാഭൻ, അതായത് ബിന്ദു പത്മനാഭനുമായി പല തവണ ഇവിടെ വന്നിട്ടുള്ള ആളാണ് സെബാസ്റ്റ്യൻ. പക്ഷേ പിന്നീട് അങ്ങനെ വന്നിട്ടുണ്ട് എന്ന് ഒക്കെ ഈ നാട്ടുകാരൊക്കെ സ്ഥിരീകരിക്കുകയും ചെയ്തു. അങ്ങനെ സ്ഥിരീകരിക്കുകയൊക്കെ ചെയ്ത ഈ സെബാസ്റ്റ്യൻ ഇപ്പോൾ ബിന്ദു പത്മനാഭൻ്റെ കൊലപാതക കേസിൽ ബിന്ദു പത്മനാഭന് കൊലപ്പെടുത്തിയെന്നുള്ള കേസിൽ തെളിവെടുപ്പിനായി ഈ വീട്ടിലേക്ക് വരുന്നു എന്നുള്ളതാണ്. 2006 മുതൽ കാണാതായ ആ സ്ത്രീയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് നടന്ന അന്വേഷണങ്ങൾ അതൊടുവിൽ കൊലപാതകം എന്നുള്ളൊരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തി നിൽക്കുകയും ഒക്കെ ചെയ്യുന്നു. നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ സെബാസ്റ്റ്യനെ ഇപ്പോൾ പുറത്തേക്ക് ഇറക്കിയിരിക്കുകയാണ് അന്വേഷണ സംഘം. ഇത് പള്ളിപ്പുറത്തെ വീട്ടിലേക്ക് തൊട്ടടുത്തുള്ള വീട്ടിൽ കൂടെ ആ വീടിനകത്തേക്ക് സെബാസ്റ്റ്യനെ പ്രവേശിപ്പിക്കുകയാണ്. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ടീമാണ് കൂടെ ഉള്ളത്. ആലപ്പുഴ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചാണ് ഇപ്പോൾ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. വീടിനകത്തേക്ക് സെബാസ്റ്റ്യനെ പ്രവേശിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നിരവധി സ്ത്രീകളുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് വാരനാട് കേന്ദ്രീകരിച്ചുള്ള ആയിഷ തിരോധാന കേസ്, ഒപ്പം തന്നെ പള്ളിപ്പുറത്തെ ഈ കേസുകൾ, ബിന്ദു പത്മനാഭൻ കേസ്, ഏറ്റുമാനൂരിലെ ജയനമ്മ കേസ്, ആ കേസുകളൊക്കെ ആയി ബന്ധപ്പെട്ട് നിരവധി ദുരൂഹതകളുള്ള ഒരു പുരയിടമാണ് ഇത്. ഇവിടേക്കാണ് വീണ്ടും സെബാസ്റ്റ്യനെ, അതായത് സെബാസ്റ്റ്യൻ്റെ പള്ളിപ്പുറത്തെ വീട്ടിലേക്കാണ് അയാളെ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ബിന്ദു പത്മനാഭനുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കണ്ടെത്താനാകും. കാരണം തെളിവെടുപ്പടക്കമുള്ള ഒരു ഘട്ടത്തിലേക്ക് അവർക്ക് കടക്കാൻ കഴിയുന്നുണ്ട്. ഈ 6 ദിവസങ്ങളിൽ തന്നെ അത്തരം നിർണായകമായ നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാനാവുക. ഇത്രയും നാളുകൾ നീണ്ടുനിന്ന സ്ത്രീകളുടെ അവരുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ, ആ ദുരൂഹതകൾ മറനീക്കി പുറത്തു കൊണ്ടുവരാൻ അന്വേഷണ സംഘത്തിന് കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.